ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഭാര്യ ഹയർ സെക്കൻഡറി അധ്യാപിക, അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി. പക്ഷേ ഒരു ഒപ്പിട്ടുകൊടുത്തതിൻ്റെ പേരിൽ ഷാജിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ഷാജിയെ കാണാനില്ലായിരുന്നു. രാവിലെ ഭാര്യയെ ജോലിസ്ഥലത്ത് എത്തിച്ച ശേഷമാണ് ഷാജിയെ കാണാതാവുന്നത്. ജോലി കഴിഞ്ഞ് ഇവർ ഒരുമിച്ചാണ് പതിവായി വീട്ടിലേക്ക് എത്താറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഭാര്യ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ടും കിട്ടാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷാജിയുടെ കാർ ആനപ്പാറ RC ചർച്ചിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പരിസര പ്രദേശത്ത് ഷാജി അവസാനമായി എത്തിയെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ സുഹൃത്തായ വെള്ളറട സ്വദേശി അനിൽകുമാറിന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ ഷാജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഷാജിയും അനിൽകുമാറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഷാജി ജാമ്യം നിന്ന് KSFയിൽ നിന്നും 5 വർഷം മുമ്പ് അനിൽകുമാറിന് ഒരു വായ്പ എടുത്തു കൊടുക്കുന്നത്. എന്നാൽ അനിൽകുമാർ ആ വായ്പ തിരിച്ചടച്ചില്ല. പലിശയും പലിശയുടെ പലിശയുമായി ആ തുക വലിയൊരു സംഖ്യയായി മാറി. ഇപ്പോൾ നിലവിൽ ആ വായ്പയ്ക്ക് 8 ലക്ഷത്തോളം രൂപ കുടിശ്ശികയായി. ഷാജി നിരവധി തവണ പറഞ്ഞിട്ടും പക്ഷേ അനിൽകുമാർ അത് അടയ്ക്കാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ പലതവണ തർക്കം നടന്നിരുന്നതായി പറയുന്നു. ഒടുവിൽ വായ്പാ കുടിശ്ശിക ഷാജിയുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാനും തുടങ്ങി. ഇതോടുകൂടി നിവൃത്തിയില്ലാതായതോടെയാണ് ഷാജി ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഷാജിയെ കാണാതാവുന്ന ദിവസം പോലും ഇവർ തമ്മിൽ വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അനിൽകുമാറിന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീടിന്റെ പുറകിലൂടെയുള്ള സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറിയാണ് ഷാജി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യയുടെ കാരണം ഷാജി ചുമരിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും വായ്പയുടെ കാര്യങ്ങളുമൊക്കെയാണ് ഷാജി എഴുതിയിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്ററാണ് ഷാജി. ഷാജിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.